ഡൽഹിയിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തി രേഖാ ഗുപ്ത സർക്കാർ. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി ആയുഷ്മാൻ ഭാരത് ഡൽഹിയിലും നടപ്പാക്കും. AAP സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും വ്യക്തമാക്കുന്ന CAG റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, രേഖാ ഗുപ്ത ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി, ഏറെ പ്രതീക്ഷകളോടെയാണ് തുടക്കം. നമുക്കറിയാം, യമുന ആരതിയോടെ തുടങ്ങിയ ആ ഭരണ നീക്കങ്ങൾ ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ആയുഷ്മാൻ ഭാരത്, അതായത് നേരത്തെ AAP സർക്കാർ തുടങ്ങാതെ വെച്ചിരുന്ന പദ്ധതി, ഡൽഹിയിലെ ജനങ്ങൾക്ക് കിട്ടാതെ പോയ ആനുകൂല്യങ്ങൾ, അത് തന്നെ തുടങ്ങാൻ തന്നെയല്ലേ ഈ രേഖാ ഗുപ്ത സർക്കാരിൻ്റെ ആദ്യ തീരുമാനം? ഗൗതം. വിനോദ്, ഇന്നലെ യമുന ആരതിക്ക് ശേഷമാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ രണ്ട് സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതി ആയുഷ്മാൻ ഭാരത് ഡൽഹിയിൽ കൂടി നടപ്പാക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ 2019 ബജറ്റിലാണ് ആയുഷ്മാൻ ഭാരത് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി ആരംഭിക്കുന്നത്. പക്ഷേ അത് പശ്ചിമ ബംഗാളും അതുപോലെ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കുകയും അത് സംസ്ഥാനത്ത് ആവിഷ്കരിക്കാതിരിക്കുകയും ചെയ്തു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ BJP തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് അധികാരത്തിൽ ഏറുകയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് ഡൽഹിയിൽ കൂടി നടപ്പാക്കുമെന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ ആയുഷ്മാൻ ഭാരത് ഡൽഹിയിൽ കൂടി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ആയുഷ്മാൻ ഭാരതിന്റെ പ്രത്യേകത, പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഓരോ വർഷവും. ഡൽഹി സർക്കാർ കൂടി 5 ലക്ഷം രൂപ നൽകും. അങ്ങനെ വരുമ്പോൾ ഡൽഹിയിലെ സാധാരണക്കാരന്, ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാകുന്ന സാധാരണക്കാരനും പാവപ്പെട്ടവർക്കും പ്രതിവർഷം 10 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്ന ഘടകം. ഒപ്പം CAG റിപ്പോർട്ടുകൾ സംബന്ധിച്ചും ചില തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടു. ആം ആദ്മി സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള നിരവധി അഴിമതികൾ, പ്രത്യേകിച്ച് ഡൽഹി മദ്യനയ അഴിമതിയും ഈ കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ 40 കോടി രൂപ ചെലവിട്ടതും ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന CAG റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കാൻ കെജ്രിവാൾ സർക്കാർ തയ്യാറായിരുന്നില്ല. ആ 14 CAG റിപ്പോർട്ടുകളും നിയമസഭയുടെ പരിഗണനയിൽ കൊണ്ടുവരിക തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇന്നലത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഡൽഹി മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുള്ളത്. AAP സർക്കാർ, കെജ്രിവാൾ നടപ്പാക്കാതെ ഇരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് ഡൽഹിയിലെ BJP സർക്കാരിൻ്റെ ആദ്യ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.